ശാസ്ത്രവും വൈദ്യശാസ്ത്രവും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്തും അപസ്മാരത്തെക്കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ഇന്നും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഏതൊരു അന്ധവിശ്വാസത്തിന് പിന്നിലും അറിവില്ലായ്മയും ഭയവുമാണ് പ്രധാന കാരണം. പണ്ട് കാലത്ത് ഇതിനെക്കുറിച്ച് അറിവില്ലാതിരുന്നപ്പോൾ അപസ്മാരത്തെ ഒരു ജിന്നെന്നും ബാധയെന്നും ദുഷ്ടാത്മാവിന്റെ കയറ്റം അല്ലെങ്കിൽ ശാപമെന്നുമാണ് പലരും വിശ്വസിച്ചിരുന്നത്. അന്നത്തെ സാഹചര്യത്തിൽ രോഗികൾ സ്വാഭാവിക ചികിത്സകൾക്ക് പകരം വിവിധ പുണ്യസ്ഥലങ്ങളെ സമീപിക്കുമായിരുന്നു. ചില കുടുംബങ്ങൾ ചികിത്സിക്കേണ്ട ഒരു രോഗമല്ലെന്ന് കരുതി അപസ്മാരത്തെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു തരം ശാപമായി കണ്ടിരുന്നു. ഇത് ലോകമെമ്പാടുമുണ്ടായിരുന്ന ഒരു വിശ്വാസമായി മാറുകയും ചെയ്തു. ദുഷ്ടശക്തികളെ അകറ്റാൻ ഇരുമ്പ് ഉപയോഗിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അപസ്മാരം വന്നാൽ താക്കോൽ കയ്യിൽ പിടിച്ചാൽ മാറുമെന്ന ചിന്തയും പിന്നീട് വന്നത്. മനുഷ്യന്റെ തലച്ചോറിനുള്ളിലെ അത്ഭുത ലോകത്തെക്കുറിച്ച് അറിയുകയാണ് ആദ്യം വേണ്ടത്. സാധാരണയായി ന്യൂറോണുകൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ നേരിയ വൈദ്യുത തരംഗങ്ങളിലൂടെയാണ്. എന്നാൽ തലച്ചോറിൽ അപ്രതീക്ഷിതമായ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായാലോ, അതാണ് യഥാർത്ഥത്തിൽ അപസ്മാരം അഥവാ എപ്പിലെപ്സി. തലച്ചോറിലുണ്ടാകുന്ന ഒരു അസാധാരണ വൈദ്യുത തരംഗം. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് തലച്ചോർ. ഏതെങ്കിലും ഒരു ഭാഗത്ത് അധികമായി ഇലക്ട്രിക് ഇമ്പൾസ് ഉണ്ടാകുന്ന സമയത്താണ് അപസ്മാരം ഉണ്ടാകുന്നത്. അത് താൽക്കാലികമായിട്ടൊരു അവസ്ഥയാണ്. സാധാരണഗതിയിൽ അവ 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. ഒന്നും ചെയ്തില്ലെങ്കിലും 4-5 മിനിറ്റ് കൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് അപസ്മാരം. ഓടിപ്പോയി താക്കോൽ എടുത്തുകൊണ്ടുവരുന്ന സമയത്ത് അപസ്മാരം സ്വാഭാവികമായും മാറിയിട്ടുണ്ടാകും. എന്നാൽ താക്കോൽ കൊടുത്തിട്ടാണ് അപസ്മാരം മാറിയതെന്നാണ് കാണുന്നവർ ചിന്തിക്കുക. അറിവില്ലായ്മയിൽ നിന്നും ഭയത്തിൽ നിന്നും ഉടലെടുത്ത ഈ മിഥ്യാധാരണകൾ തിരുത്തി അപസ്മാരമുള്ളവർക്ക് കൃത്യമായ വൈദ്യ സഹായം ലഭ്യമാക്കുകയും അപസ്മാരം ഉണ്ടാകുമ്പോൾ സുരക്ഷിതമായ പ്രഥമ ശുശ്രൂഷ നൽകുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.